കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടോ വന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിച്ചിരുന്നത്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നമ്മൾ കാണുന്നേ ഇഷിത മഹേഷിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് ബാക്കി എല്ലാരും പോയി. ഇതുവരെയായിട്ട് മഹേഷ് എത്തിയില്ലോ എന്നോർത്തോണ്ട് മുറിയിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് മഹേഷ് എത്തുന്നത്. മഹേഷ് കാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആരെയും കണ്ടില്ല. എല്ലാരും പോയെന്ന് തോന്നേ. അന്നാ പിന്നെ ഇത്ര കഴിഞ്ഞിട്ട് പാം എന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിനകത്തുനിന്ന് വെള്ളം എടുക്കുകയാണ്. അപ്പൊ ആ വെള്ളത്തിനകത്ത് മദ്യം കലർത്തിയിട്ടുണ്ടായിരുന്നു. അത് രാമനാഥൻ കലർത്തിയതാ. അതെടുത്ത് സ്വപ്നവല്ലിയാണ് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെച്ചത്. അപ്പൊ ആ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇഷിത മുറിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഓ വന്നോ, ഞാൻ കരുതി കുറച്ച് ലേറ്റ് ആയിട്ടാ വരുവോളെന്ന്. എന്തിനാ എത്ര നേരത്തെ വന്നതെന്ന് ചോദിക്കാം. അത് കേട്ടതും മഹേഷ് പറഞ്ഞു, അതെ അവിടെ കല്യാണ മുഹൂർത്തം ഒന്നും ഇല്ലോ, കല്യാണത്തിന് ഇത്തിരി മുഹൂർത്തം തെറ്റിയെന്ന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. ഇഷിത പെട്ടെന്ന് പറഞ്ഞു, അതെ കല്യാണ മുഹൂർത്തം അല്ല, വെഡിങ് ആനിവേഴ്സറി ആന്ന് പറയണ. എന്ത് കുന്തേലും ആട്ടെ, ഇത്തിരി താമസിച്ച നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്. എനിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു പറയാം. പിന്നെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി തെരി എണ്ണുവാണല്ലോ, അതാണല്ലോ എന്റെ ജോലി എന്ന് പറയാം. ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കാനും പറഞ്ഞ് ആ വെള്ളം അങ്ങ് നീക്കി വെച്ച് കൊടുത്തു. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സ് മാറ്റി. ഈ സമയത്ത് ഇഷിത കുറച്ച് വെള്ളം കുടിച്ചു. ഇതെന്തായിരുന്നു ടേസ്റ്റ് വ്യത്യാസം? ഓ ഇനിയിപ്പം തഞ്ചാവൂര് സ്വപ്നവല്ലിയമ്മ എന്തേലും അതിനകത്ത് കലക്കിയിട്ടുണ്ടായിരിക്കോ? എന്ത് വെള്ളമാണോ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്? എന്തേലും ആട്ടെ അതെന്ന് പറഞ്ഞ് വീണ്ടും കുടിച്ചു. അങ്ങനെ ആ ബോട്ടിൽ മൊത്തം അങ്ങോട്ട് കുടിച്ചു. അപ്പോഴേക്കും മഹേഷ് ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ശരി പോയേക്കാന്നും പറഞ്ഞ് പോവാണ്. മഹേഷ് പോയി പുറകെ ഇഷിതയും പോവാണ്. ഇഷിതയ്ക്ക് തലയ്ക്കകത്തൊരു പെരുപ്പൊക്കെ ഉണ്ട്. ആ സമയത്ത് കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പും ചെയ്ത് വെച്ചിരിക്കുകയാണ് മാഷും പ്രിയാമണി എല്ലാരും കൂടെ. അപ്പോഴേക്കും ആഷിതയോട് സ്വപ്നവല്ലി ചോദിച്ചു, അല്ല എന്തേ ഭർത്താവ് വന്നില്ലേന്ന് ചോദിക്കുകയാണ്. അതെ ബിസിനസ് ചിലപ്പോൾ തിരക്കാ, അതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന് പറയണം. ഓ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിതയും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നേ. പിന്നീട് മാഷ് ഞാൻ എന്നാ ഇനിയിപ്പോൾ എല്ലാവരും എത്തിയില്ലോ, കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. രണ്ടുപേരും പ്രിയാമണിയും മാഷും കൂടെ കേക്ക് കട്ട് ചെയ്യുവാണ്. ആ സമയത്ത് എല്ലാവരും വെഡിങ് ആനിവേഴ്സറിയുടെ പാട്ട് പാടുവാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പാടിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടും ഇഷിതയുടെ പാട്ട് നിന്നില്ല. ഇഷിത കൈയടിച്ചിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വീണ്ടും വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരു നിമിഷം ഇഷിതേനെ നോക്കണം. പക്ഷെ ഇഷിത ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇഷിത ഭയങ്കര സന്തോഷത്തിൽ കൈയടിച്ച് വീണ്ടും പാടിക്കൊണ്ടിരിക്കുക. അവസാനം എല്ലാവരുടെ നോട്ടം ഇഷിതയുടെ നേരെയായി. പെട്ടെന്ന് മഹേഷ് ഇഷിതയുടെ വാ പൊത്തുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചു. ഒന്നും മിണ്ടായിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഇഷിത വിട്ടില്ല. അവസാനം ഇഷിത പ്രിയാമ്മന്റെ അടുത്തേക്ക് വന്നു. ഓ എന്റെ ചക്കര അമ്മയെന്ന് പറഞ്ഞോണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. സുന്ദരി ആയിട്ടുണ്ടല്ലോ, ഈ മാല ആരാ? ദേ മാഷ് വാങ്ങി തന്നാണെന്ന് ചോദിക്കുക. എന്തൊക്കെ ഇഷു നീ പറയണമെന്ന് ചോദിക്കാം. പിന്നീട് അങ്ങ് തലയിലേക്ക് നോക്കിയപ്പോ മുടിയും മുല്ലപ്പൂ ഉണ്ട്. മാഷ് വാങ്ങിച്ചു തന്നായിരിക്കും അല്ലേ? കാമുകം വാങ്ങിച്ചു തന്നല്ലേ രാത്രിയിലെ മുല്ലപ്പൂ, കൊള്ളാലോ എന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം മാഷും പ്രിയാമണി ആകെപ്പാടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് മനസ്സിനിയമ്മയുടെ വരവ്. മനസ്സിനിയമ്മ വരുന്ന ഇഷിത കണ്ടു. മനസ്സിനിയമ്മ വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇഷിത നേരെ മാഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മാഷിന്റെ അടുത്ത് നിന്നിട്ട് അയ്യോ ഐ ലവ് യു അച്ഛാന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. വെഡിങ് ആനിവേഴ്സറി അല്ലേ, രണ്ടുപേരും കൂടെ പൊളിക്കുമെന്നറിയാം എന്നും പറഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര ഉമ്മക്കും പരിപാടിയൊക്കെയാണ്. ഒരു നിമിഷം മാഷു ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഓർത്തിട്ട് എന്ത് പറ്റി ഇഷിതയ്ക്കെന്ന് ഓർക്കുകയാണ്. അപ്പോഴേക്കും ഇഷിത നേരെ പ്രിയാമ്മന്റെ അടുത്തേക്ക് വന്നു. എന്നാലും ഇത്രയും വർഷം സുഖവും സന്തോഷത്തോടെ ജീവിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡയലോഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇഷിതയുടെ ഈ പ്രകടനം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലിക്ക് ചെറിയ സംശയം. സ്വപ്നവല്ലി പെട്ടെന്ന് മഹേഷിനെ വിളിക്കുകയാണ്. ഇങ്ങോട്ട് വന്നേടാ മോനെ എന്ന് വിളിച്ചോണ്ട്. എന്താമ്മ എന്താ കാര്യം? അല്ലടാ മോനെ, എടാ അവൾക്ക് എന്തോ ഒരു പന്തികേടില്ലെന്ന് ചോദിക്കുക ഇഷിതയ്ക്ക്. അവൾ ആ ഫ്രിഡ്ജിനകത്തെങ്ങാനും വരുന്ന വെള്ളം എടുത്ത് കുടിച്ചോന്ന് വല്ല അറിയാമെന്ന് ചോദിക്കാം. അതേമ്മേ കുടിച്ചു, ഞാൻ അവൾക്ക് എടുത്ത് കൊടുത്തേന്ന് പറയാണ്. എന്റെ ഭഗവാനെ, എടാ അച്ഛൻ അതിനകത്ത് മദ്യം കലർത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേന്ന് പറയാം. ദൈവമേ പെട്ടല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യണ്ടേ? എടാ നീ അവളെ പോയി എങ്ങനെയാലും ഒന്ന് മയക്കെടുക്കാൻ നോക്കാൻ പറയാണ്. അങ്ങനെ മഹേഷ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തിന് ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ്. ഓ എന്റെ ഡാർലിംഗ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് കയ്യെ രണ്ട് പിച്ചൊക്കെ കൊടുക്കുക. മഹേഷ് എന്തായി കാണിക്കണം എന്ന് വെക്കുക. അവിടെ നിന്ന് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ഫീലിങ്സ്. കാരണം അത്ര റൊമാൻറ്റിക് ആയിട്ടാണ് ഇഷിത മഹേഷിന്റെ അടുത്ത് പെരുമാറുന്നത്. പിന്നെ ആ കവിളത്ത് ചെറിയൊരു അടിയൊക്കെ കൊടുക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മനസ്സിലൂടെയൊക്കെ മുഖം കാണണം. പ്രിയാമണിയും മാഷും പരസ്പരം നോക്കുവാണ്. മഞ്ചമ്മയ്ക്ക് സ്വപ്നവല്ലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വപ്നവല്ലിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് മഹേഷിന്റെ കൈയെ പിടിച്ചിട്ടു. ഇതെന്താ ഇങ്ങനെ, ഒന്ന് ചിരിച്ചാന്ന് പറയണം. മഹേഷ് ചിരിച്ചില്ല. ഇങ്ങനെ ഇരുന്നാ മതിയോ എന്ന് ചോദിച്ചിട്ട് മഹേഷിന്റെ ആ കിറി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്ന് പറയണം. പക്ഷേ എങ്കിൽ ഇഷിത വിട്ടില്ല. ഒന്ന് ചിരിച്ചാ എന്താ കുഴപ്പം, മുത്തു പൊഴിഞ്ഞ് ആടുമെന്ന് ചോദിച്ചോണ്ട് പിന്നെ മഹേഷിന് ഇക്കിളി ഇടുവാണ്.
മഹേഷിന് ആകെപ്പാടെ നാണക്കേട്. എന്ത് ചെയ്യണം? ഇറങ്ങി പോകാൻ പറ്റുമോ? ഇഷിതയുടെ പ്രകടനം പെട്ടെന്ന് പ്രിയാമണി വന്നിട്ട് പറഞ്ഞു, മോളെ നീ എന്താ കാണിക്കണം ചോദിച്ചോണ്ട് അങ്ങോട്ട് കയ്യെ പിടിക്കണം. ഇതേ വീടമ്മേ, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്ന് സ്നേഹിച്ചോട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സ്വപ്നവല്ലി അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ആഹാ ഇതാര്? എൻ്റെ ചക്കര അമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, എൻ്റെ സ്വപ്നവല്ലിയമ്മ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? സ്നേഹിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഞെക്കി കൊല്ലുമെന്ന് പറഞ്ഞാൽ കഴുത്തിന് ഇങ്ങോട്ട് പിടിക്കുകയാണ്. കഴുത്തിന് പിടിച്ച് ഞെക്കുവാണ്. എന്ത് രസമാണെന്നറിയാവോ? ദേ മര്യാദയ്ക്ക് എന്നെ സ്നേഹിച്ചോണം, അറിയാലോ. ഞാനേ മരുമോളാ നിങ്ങളുടെ, ആ ഒരു വിചാരം വേണമെന്നൊക്കെ പറയാം. അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു, എന്താന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ ഓടി അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് സ്വപ്നവല്ലിയെ അങ്ങോട്ട് മാറ്റുവാണ്, പിടിച്ചു മാറ്റി. ഒരു വിധത്തില് ഇഷിതനെ അങ്ങോട്ട് മാറ്റുവാണ്. സ്വപ്നവല്ലിക്ക് ശ്വാസം നേരെ വീണത് അപ്പോഴാണ്. ആ സമയത്ത് അടുത്ത് മഞ്ജിമ നിപ്പുണ്ടായിരുന്നു. പിന്നീട് സ്വപ്നവല്ലി മഞ്ജിമയുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ സ്വപ്നവല്ലിയുടെ കർണത്തിനും കൂടി ഒന്ന് പൊട്ടിക്കണം. ഇതെന്തിനാണെന്നറിയാവോ? എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തരൂന്ന് പറയാണ്. പിന്നീട് നേരെ മഞ്ജിമയുടെ അടുത്തേക്ക് നിന്നിട്ട്, അയ്യോ ഇതാരെന്റെ നാത്തൂനോ? എന്റെ ദൈവമേ, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് മഞ്ജിമയുടെ അടുത്ത് എന്നിട്ട് മഞ്ജിമയുടെ കയ്യെല്ലാം കൂടെ മുറുക്കെ പിടിക്കുകയാണ്. എന്താ ഇഷ്ടത്തെ വിടാൻ പറയാണ്. പക്ഷെ വിട്ടില്ല. ആ കർണത്തിനോട് ഒന്ന് പൊട്ടിച്ച് ആ കഴുത്തിനോട് കയറി പിടിക്കുകയാണ്. അയ്യോ എന്റെ നാത്തൂനെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയാ സ്നേഹിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് ഓടി വന്നു. ഇഷിത ഇതെന്താന്ന് ചോദിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് സുചിത്ര പറഞ്ഞു, ഇനിയിപ്പം ഡോസ് കൂടി വല്ല മരുന്നും എടുത്ത് കഴിച്ചോ? ഇനി അതെങ്ങാനും ആണോന്ന് ചോദിക്കണം. ആഷിത് പറഞ്ഞ് അറിയില്ല. ആഷിത പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഇഷുത്? ഇങ്ങോട്ട് മാറാനും പറഞ്ഞ് പിടിച്ചു മാറ്റുവാണ്. മഞ്ജിമയുടെ കഴുത്തൊക്കെ തിരുമ്മി ഇങ്ങനെ നേരെ നിൽക്കുക. ശ്വാസം നേരെ വീണ അപ്പോഴാണ്. എന്താ കാര്യം എന്നറിയത്തില്ല. അപ്പോഴേക്കും മനസ്സിനെ എവിടെ നിൽക്കുന്നുണ്ട്. മനസ്സിന് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിൽ നിൽക്കുക. പിന്നീട് മനസ്സിന്റെ അടുത്തേക്ക് ഇന്നു, ആഹാ ഇതാരും മനസ്സിനെ അമ്മയോ? അതെ, എന്റെ ചേച്ചിയുടെ പുന്നാര അമ്മായിമ്മയല്ലേ? ഞാനൊന്നും സ്നേഹിച്ചില്ലോ, ഞാനൊന്ന് സ്നേഹിക്കട്ടെ എന്ന് പറയാണ്. എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് മനസ്സിനോട് കയ്യിലൊക്കെ പിടിച്ച് കെട്ടിപ്പിടിക്കാൻ നോക്കണം. മനസ്സിനെ വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വിട്ടില്ല. അയ്യോ ഇങ്ങനെ നിൽക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് കവളത്ത് അങ്ങോട്ടും 2 അടിയൊക്കെ കൊടുക്കുകയാണ്. പെട്ടെന്ന് മനസ്സിനെ പറഞ്ഞു, ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്താ വിളിച്ചു വരുത്തിയിട്ട് മനഃപൂർവ്വം അപമാനിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേങ്കിൽ ഇഷിതയൊന്നും കേട്ടില്ല. അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് വലിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ടുപോവാണ്. ആ സമയം മനസ്സിന് പറഞ്ഞു, കൊള്ളാം, വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാനാണോ നിങ്ങൾ ശ്രമിച്ചേ? കുറെ കാലം കല്യാണം കഴിയാതിരുന്ന വന്ന ചെറുക്കന്മാരൊക്കെ ഒട്ടാണെങ്കിൽ വേണ്ടാന്നും പറഞ്ഞ് ഇട്ടിട്ട് പോവുകയും ചെയ്തു. അവസാനം ഒരുത്തന്റെ തലയിൽ കയറി അവനെ പ്രേമിച്ച് വലയിലാക്കുകയും ചെയ്തു. ഇനി അവൻ എന്താണോ ഇട്ടിട്ട് പോകുന്നത്? അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേരുണ്ടാകത്തില്ലോ, കുട്ടികളുണ്ടാതെ ഇരുന്നല്ലേ. അവസാനം കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടീനെ ഫ്രീയും കിട്ടിയെന്ന് പറയാം. സ്വപ്നവല്ലിയുടെ മഞ്ജിമയുടെ എല്ലാം മുഖം വല്ലാതെയായിപ്പോയി. മഹേഷിന്റെ അടി കൊണ്ട് മുടി വരെ അങ്ങോട്ട് പെരുത്ത് കയറി. പ്രിയാമണിക്കും മാഷിനൊക്കെ എന്ത് ചെയ്യണം നടത്തില്ല. വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് അപമാനിക്കുകയാണ് മനസ്സിനെ. ആ സമയത്ത് എന്ത് ചെയ്യണം? ഈഷിത ഒട്ടും അടിച്ചില്ല. മഹേഷിന്റെ കൈയും പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് മനസ്സിയുടെ കാരണം തീർത്ത് ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിക്കണം. മനസ്സിന് കാരണം പൊത്തി അങ്ങ് താഴേക്ക് ഇരുന്നു പോയി. അത്രയ്ക്ക് ശക്തിയുള്ള അടിയായിരുന്നു കൊടുത്തേ. അതെ, ഇതിപ്പോ തന്നെ എന്തിനാന്നറിയോ? ഈ പറഞ്ഞാനാന്ന് പറയണം. ഓഹോ, അപ്പൊ നീ മനഃപൂർവ്വം അല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, അതെ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞാനുള്ളത് തന്നത്, ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ. വല്ല കാര്യം ഉണ്ടായിരുന്നു നിൽക്കിന്റെ. അല്ലെങ്കിൽ നിനക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോ സമാധാനേ കാണുമല്ലോ. അവള് തന്നതിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അർഹിക്കുന്ന തന്നെയാ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അവൾ എന്റെ ഭാര്യയാണ്, അവളെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും. ഇപ്പം ഞാൻ തരേണ്ടത് അവള് തന്നിരിക്കുന്നത്. ഇനി മേലാല് എന്റെ ഭാര്യയുടെ നേർക്ക് എന്തെങ്കിലും പറയോ കൈ ചൂണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൈ തിരിച്ചൊടിച്ചു വെക്കും. പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് ഇഷിതേനെ പൊക്കിയെടുക്കുവാണ്. ഇഷിതേനെ തൂക്കിയെടുത്ത് മുറിയിലേക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയം സുമിത്ര മനസ്സിലോർത്ത് കിട്ടേണ്ടത് തന്നെ കിട്ടി. നല്ല 2 കിട്ടിയിരിക്കുന്നത്. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത എന്ത് വേണം? മഹേഷിനെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, വാ ഇവിടെ ഇരിക്കുക എന്ന് പറയണം. ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. അങ്ങനെ അങ്ങ് പോയാലോ മഹേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുകയാണ്. മഹേഷ് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണം. ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഷവറും കൂടി തുറന്നു വെച്ചു. നിറച്ചു അങ്ങ് വെള്ളം പിടിച്ചു ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്. പിന്നീട് വന്നിട്ട് കുറച്ച് മോരും വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണ്. മോരും വെള്ളമൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത കുതിരി മാറുന്നുണ്ട്. ബലമായിട്ട് കുടിപ്പിച്ചു. നിന്റെ കെട്ടുവിരട്ടെ, നീ മദ്യമോ കുടിച്ചെന്ന് പറയാണ്. പിന്നീട് അവിടെ ഇരുത്തിയിട്ട് ഇടാനുള്ള ഡ്രസ്സും അവിടെ കൊണ്ടുവച്ചിട്ട് ആ കഥ അങ്ങ് ചാരി ഇട്ടു ബാത്റൂമിന്റെ. കുറെ സമയം കഴിഞ്ഞു രാത്രി. അങ്ങനെ രാത്രി കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയുടെ കെട്ടൊക്കെ പതുക്കെ വിട്ടു വന്നു. ഇഷിത അപ്പൊ ഇങ്ങനെ ആലോചിക്കുക താൻ ചെയ്ത് കൂട്ടിയതൊക്കെ. ആ വെള്ളം കുടിച്ച ഓർമ്മയുള്ളൂ. പിന്നീട് മനസ്സിനെ അമ്മയ്ക്കും അടി കൊടുത്തും എല്ലാവരുടെയും കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചൊക്കെ ഓർമ്മ വരുവാണ്. ഓഹോ, അപ്പം മനഃപൂർവ്വം വെഡിങ് ആനിവേഴ്സറി കുളവാക്കാൻ വേണ്ടിയിട്ട് മഹേഷ് തനിക്ക് മദ്യം തന്നതെന്ന്
ഇഷിതയ്ക്ക് തോന്നുവാണ്. ഇഷിത അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പൊ മഹേഷ് അവിടെ ഇരിപ്പുണ്ട്. പിന്നീട് മഹേഷിന്റെ അടുത്തേക്ക് വന്നു. എടാ, നീ മനഃപൂർവ്വം എന്നെ ചതിക്കുമല്ലേ? എന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി കുളവാക്കാനായിട്ട് നീ എനിക്ക് മദ്യം തന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിട്ട് ആ കവിളത്ത് ശക്തിയായിട്ട് 2 അടിയും കൊടുക്കുകയാണ്. കർണത്തിനിട്ട് തല്ലുവാണ്. മഹേഷിന് എന്ത് ചെയ്യണം നടത്തില്ല. കണ്ണിൽ കൂടെ പൊന്നീച്ച് പറന്നുപോയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ മദ്യലഹരി ഇതിലായിട്ടും വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇഷിതയുടെ. മഹേഷിനും ദേഷ്യം വന്നു. മഹേഷ് അങ്ങ് ചാടി എഴുന്നേറ്റോട് പറഞ്ഞു, നീ എന്തിനാടി എന്നെ പേടിപ്പിക്കണേന്ന് ചോദിക്കുക. പിന്നെ നീ എല്ലാത്തിനും കാരണം നീക്കുക. എന്ത്? മദ്യം കുടിച്ചാൽ നീയാ. നിന്റെ അച്ഛനും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കുളവാക്കിയ നീയാ. എന്നിട്ട് എന്റെ പോരാത്തന് എന്റെ കർണത്തും തല്ലി. ദേ, ഇപ്പൊ ഞാൻ നിന്നോടൊന്നും പറയണില്ല. ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോയി കിടക്കുവാണ്. ഇഷിത ആകപ്പാടെ ഒരുമാതിരി അവസ്ഥയിൽ ഇരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം മാഷിന് ചായയൊക്കെ ആയിട്ട് പ്രിയാമണി ചെല്ലുവാണ്. എന്നാലും ഇന്നലെ എന്തായിരിക്കും പോലും മോൾക്ക് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ട് സുമിത്ര പറഞ്ഞു, എനിക്കൊരു സംശയം, ചേച്ചി ഒരു 2 പെഗ് അടിച്ചിട്ടുണ്ടോന്ന്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അല്ല, സ്മെല്ല്. ആഹാ, അപ്പൊ നിനക്ക് അതിന്റെ സ്മെല്ല് അറിയാവോ? സത്യം പറയടി, നീ എവിടുന്ന് അതിന്റെ സ്മെല്ല് പഠിച്ചിരിക്കുന്നു ചോദിക്കുക. അല്ല, അത് പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ. ഫ്രണ്ട്സോ? നിന്റെ കൂടെയുള്ള ഗേൾസ് ഒക്കെ മദ്യപിക്കുമെന്ന് ചോദിക്കുക. ഗേൾസ് അല്ല, ബോയ്സ്. ഓഹോ, അപ്പൊ നീ അവരുടെ കൂടി മദ്യപിക്കാറുണ്ടല്ലായിരുന്നു ചോദിക്കണം. ഇത് കേട്ട സുമിത്ര പറഞ്ഞു, അല്ല ഇളയമ്മേന്ന് പറയണ. മാഷ് പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? അങ്ങനെ വന്ന് സുമിത്രനെ മദ്യപാനിയാക്കിന്ന് പറയണം. ദേ, കാള പെറ്റെന്നോർത്തോ ഉടനെ എന്നെ കയറെടുക്കല്ല എന്റെ പ്രിയാമണി എന്ന് പറയാണ്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ലോ എന്ന് പറയാം. എന്നാലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട സുമിത്ര പറയാ, ആ മനസ്സിനിയമ്മയുടെ കർണം തീർത്ത് 2 പൊട്ടിച്ചത് അത് അവർക്ക് ആവശ്യമായിരുന്നു പറയാ. ദേ, പതുക്കെ പറ, അവരെങ്ങാനും കേട്ടാലോ. അവർക്കിപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് പറയാം. അത് കേട്ട സുമിത്ര പറഞ്ഞു, മാറ്റം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല നല്ല മാറ്റം ഉണ്ടെന്ന്. അടവാണോന്നൊരു സംശയം ഉണ്ടെന്ന് പ്രിയാമണിയോട് പറയണം. ഇപ്പോഴെങ്ങാനും വന്ന പ്രശ്നമോ? ഒരു കാര്യം ചെയ്യാം, ഇന്നലത്തെ കാര്യമൊക്കെ നിനക്ക് വല്ല ഓർമ്മയുണ്ടോന്ന് ചോദിക്കും സുമിത്രയോട്. അതെന്താ? ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പറയോ. ഓ, സമാധാനമായെന്ന് പ്രിയാമണി പറയാണ്. പിന്നീട് പ്രിയാമണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം മഹേഷിന് വല്ല അനിയനും ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് നിന്നെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചേക്കാന്ന് പറയണം. അത് കേട്ടതും സുമിത്ര, അയ്യോ വേണ്ടായേ, എന്നെ വെറുതെ വിട്ടാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മനസ്സിനെ വരുന്നത്. മനസ്സിനെ കണ്ടതും ഒരു നിമിഷം രണ്ടുപേരും നിശബ്ദരായി മനസ്സിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.